അഞ്ചുതെങ്ങ് യാത്ര പാർട്ട് 3. ഓക്കെ, അപ്പോൾ നമ്മൾ പാലത്തിൽ നിന്ന് ഇറങ്ങി. അതിന് പ്രത്യേകം പേരുള്ളതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങി നടന്നു തുടങ്ങിയപ്പോഴത്തേക്കിന് ഒരു പൂടപ്പട്ടിക്ക് ഒരു വലിയ ഹൈറ്റ് ഒന്നുമില്ല, പേരൊന്നും എനിക്കറിയില്ല, നല്ല രസമുണ്ട് എന്നെ കാണാൻ, ഭയങ്കര ക്യൂട്ട് പട്ടി. പക്ഷേ മൊത്തത്തിൽ ചെളിയൊക്കെയാണ്. ഇനി അവിടെ ആരെങ്കിലും വളർത്തുന്നതാണോ അതിൽ ഇങ്ങനെ കറങ്ങി നടന്ന് വന്നതാണോ എന്നറിയത്തില്ല. എനിക്കെന്നെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് നിങ്ങളുടെ ആണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ പുള്ളിക്കാരനെ ഞാൻ കാണുവാണെങ്കിൽ എന്തായാലും ഞാൻ കൊണ്ടുവരുന്നു വിചാരിച്ചാണ്. ശരിയാണ്, ഹോസ്റ്റലാണ്, പക്ഷേ എന്നാലും എനിക്ക് അവനോട് ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല എന്നൊക്കെ നമുക്ക് ചെറിയൊരു തോട്ട് വരില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും അവനെ പിന്നെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ നടന്ന് ഞാൻ ഒരു മെയിൻ റോഡ്, ഇനി പക്ക മെയിൻ റോഡാണ്, ടാണ്ട് മറ്റേ വൈറ്റ് ലൈൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നല്ല റോഡിലേക്ക് ഞാൻ എത്തി. ഒരു ഒരു പെട്ടിക്കട പോലൊരു കടയിലാണ് ഞാൻ ചോദിച്ചത്, ചേട്ടാ ഇവിടെ നിന്ന് അഞ്ചിൽ എങ്ങോട്ടേക്കുന്നത്? അപ്പം എന്നോട് പറഞ്ഞു നേരെ പോയിട്ട് ഒരു ചെറിയ വളവുണ്ട്, അത് കഴിഞ്ഞ് ചെന്നെത്തുന്നത് വളവിൻ്റെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കോട്ട കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ ശരി ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞ് ലൈം അപ്പോൾ വാങ്ങിച്ച് കഴിച്ചോണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ലൈം, എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ സ്ഥിരം കുടിക്കാറുള്ളത്. അപ്പം ഞാൻ അവിടെ നിന്ന് നടന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ആ വഴിക്കൂടെ നടന്ന് അഞ്ചുതെങ്ങ് സ്കൂള് കണ്ടു. പിന്നെ ഒരു വളവ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വലിയ കറുത്ത പെയിൻറ്റ് പോലത്തെ എന്തൊരു സാധനം അടിച്ചിട്ട് എന്തൊരു വലിയ സാധനം, എന്തോ പാറ പോലെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സൈഡിൽ കൂടെ, അതായത് അത് വലത് സൈഡിൽ കാണിക്കുന്നു, ഇടത് സൈഡിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഹൗസ്, അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ബോർഡും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നിന്നപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി അഞ്ചുതെങ്ങ് കോട്ടയുടെ ആ ഒരു കറുത്ത മതിൽ പോലുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ ആക്ച്വലി കണ്ടത്. റോട്ടിൽ നിന്നുള്ള വ്യൂവാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക് എന്നു. അപ്പോൾ ഞാൻ കരുതി മേ ബി പേയ്മെൻറ്റൊക്കെ എടുത്തിട്ടായിരിക്കും കയറുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈവനിങ് ടൈമിലൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ ഞാൻ അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക് ആദ്യമായി കാലെടുത്ത് കുത്തിയത്. യെസ്, ഫൈനലി വി റീച്ച് അഞ്ചുതെങ്ങ് കോട്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോട്ടയുടെ അവിടെ ഫ്രണ്ടിൽ കുറേ എന്തൊക്കെയോ എഴുതി കുത്തി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ റാണീയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ കലാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി താഴത്തെ റൗണ്ട് ഫുള്ള് നടന്നു. അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഒരു 4-5 തൂണായിട്ട് നട്ടു വെച്ചേക്കുന്ന അവിടെയൊക്കെ പോയി കണ്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ മുകളിൽ കയറി സ്റ്റെയർ വഴി. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേനും സമയം ഒരു 12-2 മണിയാവുന്നുള്ളൂ. നട്ടുച്ചയ്ക്കാണ് നമ്മൾ അവിടെ കയറിപ്പോയത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കടലിൽ നിന്ന് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമുക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല, നിങ്ങൾക്ക് ക്ഷീണം തോന്നിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഈ പറയുന്ന കടലിൻ്റെ വീവ് നമുക്ക് ഈ കോട്ടയുടെ മേളിലൊരു സ്റ്റെയർ പോലത്തെ ഒരു സംഭവമുണ്ട്, അതിൽ കയറി സെക്കൻഡ് ഫ്ലോറിൽ കയറുന്ന കാണാൻ പറ്റും. നമ്മളങ്ങനെ സ്റ്റെയർ കയറി ഈ കടലൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അത്രയും നമ്മുടെ ഹൈറ്റിൽ കടൽ കാണാൻ പറ്റുക പറയില്ലേ, അതുപോലെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഇറങ്ങി താഴെ വന്നു. കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. താഴെ നിന്ന് തന്നെ കേക്ക് വാങ്ങിച്ച് കേക്ക് നമ്മുടെ ബാഗിനകത്തുണ്ടായിരുന്ന സാധനം എടുത്ത് കഴിച്ച്. ബാക്കി 15% ഉണ്ടായിരുന്നു കൂടെ തീർന്നെന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് കഴിച്ച് ഇറങ്ങി. അപ്പോൾ സമയം എന്തായാലും 2:30-3 മണി ആവുന്നുള്ളൂ. ആ സമയത്ത് 2:30 പോലും ആയില്ലെന്നു. അപ്പം ലൈറ്റ് ഹൗസാണ് ആ സമയത്ത് ഓപ്പണാക്കി. പിന്നെ ഞാൻ ലൈറ്റ് ഹൗസിൽ ചെന്നു. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ചിലപ്പോൾ മാറ്റി സ്റ്റെയർ കയറാൻ തുടങ്ങിയപ്പോഴാണ് കോമഡി. വിച്ച് മീൻസ് ആ ലൈറ്റ് ഹൗസിൻ്റെ ഭിത്തി അവിടെ പോയവർക്കറിയാം ഭയങ്കരമായിട്ട് വിണ്ട് കയറിയിട്ടുള്ള സംഭവം. മറ്റേ സ്റ്റെയർ പോലും കുറേയൊക്കെ വിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ദൈവമേ, ഇത് എങ്ങനെ ഞാൻ പറയണ്ടേ, ID കാർഡ് പോലും ഇല്ല, ഇങ്ങനെ ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് തെളിയിക്കാനുള്ള സാധനമൊന്നും എടുക്കാതെയാണ് നമ്മൾ ചാടിപ്പോകുന്നു പെട്ടെന്ന് പോകുന്നൊരു ഇതായതുകൊണ്ട്. അപ്പം അങ്ങനെ സ്റ്റെയർ എങ്ങനെയൊക്കെയോ ഞാൻ കയറി. എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റെയർ കയറുന്നത്, അതായത് ഈ പറയുന്ന ലൈറ്റ് ഹൗസ് കാണുകയും അതിൻ്റെ സ്റ്റെയർ കയറുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പേടിച്ച് ഉറച്ചൊക്കെയാണ് കയറുന്നത്, കാരണം പിരിയും കോണി പോലത്തെ സാധനമാണല്ലോ. അങ്ങനെ നമ്മൾ മുകളിൽ കയറി ചെന്ന് വീവ് ആസ്വദിക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിയൊക്കെ കാണാം, തൊട്ടടുത്ത് വലിയ കടലങ്ങ് നീണ്ടു കിടക്കുന്ന കാണാം. പിന്നെ അതുപോലെ ഒരുപാട് എന്തോ മല പോലെയൊക്കെ അങ്ങ് ദൂരെയായിട്ട് കാണാമായിരുന്നു. പിന്നെ ബോട്ട്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പാലം, അത് എല്ലാം ഒക്കെ കാണാൻ പറ്റുമായിരുന്നു അതിനകത്ത്.
അങ്ങനെ നല്ല കുറേ നേരം കാറ്റൊക്കെ അടിച്ച് കാഴ്ചയൊക്കെ കണ്ട് കുറേ പേർക്കൊക്കെ സെൽഫി എടുക്കാൻ സഹായിച്ചു, അവരുടെ ഫോട്ടോ എടുത്ത് കൊടുത്തു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റെയർ ഇറങ്ങി വന്നു. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് അപ്പോൾ കയ്യിൽ ഈ ചോക്ലേറ്റ് പറ്റുന്നത് കഴുകിക്കളയണ്ടേ, പിന്നെ അവിടെ അവസാനം പൈപ്പിലാണ്ട് പോയി വെള്ളമൊക്കെ എടുത്ത് കഴുകിയൊക്കെയാണ്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആക്ച്വലി 2 നമ്മൾ കവർ ചെയ്തു. അങ്ങനെ അഞ്ചരങ്ങിൽ നിന്ന് നമ്മൾ ആദ്യം വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് നടന്നു വരികയാണ്. നടന്ന് വന്നപ്പോൾ എനിക്ക് ബീച്ചിൽ പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ ഇവർ വേറെ ഏതോ ഒരു പോഴിക്കര മുതലപ്പുഴി അങ്ങനെ പറഞ്ഞ ഏതൊക്കെയോ ബീച്ചിൻ്റെ പേരായിട്ട് പറയുന്നത്. പക്ഷേ അവിടെ വരെ പോകാനുള്ള സമയവും സാഹചര്യവും സാമ്പത്തികവും നമുക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെയുള്ള ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഒരു കൊച്ചു ഇടവഴി പോലെയുള്ളൊരു ബീച്ച് കണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബീച്ചാണിത്. അവിടെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ അത് ഇനി അടുത്ത വീഡിയോയിൽ